ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വെള്ളാട്ട് പോക്കർ. അപ്പോ MRC ഗ്യാങ് ഇഷ്യൂ, നമ്മൾ അതിനാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെക്കന്മാരെല്ലാരും കണ്ടിട്ടുണ്ടാവും. ആദിലിനെ അടിച്ചു, അതായത് MRC ഗ്യാങ്ങിലെ ഒരു ചെക്കൻ ഉണ്ടല്ലോ, സോ അവനെ ഇന്നലെ ട്രെയിനിൽ വെച്ചിട്ട് DTR അടിച്ചു എന്നുള്ള ഒരു തരത്തിലാണ് ഇന്നലെ അവന്മാർ ലൈവ് ഒക്കെ പോയിരുന്നത്. സോ എന്തായാലും അതെന്താ നോക്കാം. നമ്മൾ ഇന്ന് അതിനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അവിടുത്തെ ഒരു സാറിന്റെ അവരുടെ AC കയറി പോന്നു. എന്നിട്ട് AC കൺവേർട്ടാക്കാൻ നോക്കിയപ്പോ ടീച്ചർ ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോയി. ടിക്കറ്റ് മേടിച്ച് കൊണ്ടുപോയി. സംഭവം അറിയാത്തവർക്ക് ഒന്ന് പറഞ്ഞുതരാം. ഇന്നലെ ഇവന്മാർ എവിടുന്നോ എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യുമായിരുന്നു ട്രെയിനില്. 3 പേര്, അതായത് ജാസി, മമ്മു, ആദില്. ഓക്കെ, ഈ 3 പേരാണ് യാത്ര ചെയ്യുന്നത്. ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? AC പോയിട്ട് കേറി. ഓക്കെ, അപ്പോ TTR വന്നിട്ട് ഇറങ്ങാൻ എന്തോ പറഞ്ഞു. സോ അതിനെ ചൊല്ലിയാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്ക് തർക്കമൊക്കെ ഉണ്ടായി. ഇവനെ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. പിന്നെ ചോദിക്കാൻ പോയി നമ്മള് മൈനറാന്ന് പറഞ്ഞു. അതിൽ മൈനറാന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യം അടിക്കാൻ നോക്കി. കൊണ്ടുപോയി അടിച്ച വീഡിയോ അത് ഏത് നിയമത്തില് പറഞ്ഞ് ട്രെയിനിന്ന് വീഡിയോ എടുക്കുന്നത്? അത്ര ആള് വ്ളോഗ് എടുക്കുന്നുണ്ട്. എന്താ ഇത് ഗൈസ്? ഒന്നും പറയാൻ പറ്റില്ല. ഇത് മൊത്തം റെക്കോർഡ് ചെയ്ത് വെച്ചോ. റെക്കോർഡ് ചെയ്ത് വെച്ച കാരണം വെച്ചാൽ പറയാൻ പറ്റില്ല എന്താ സംഭവം എന്നുള്ളത്. കാരണം ഇനിയിപ്പോ ഷൊർണൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്തോ ചെയ്യുമെന്ന് അവിടെ മെമ്മോ എടുത്ത് എന്തോ അറിയില്ല. അയാൾക്കെന്തോ മേമോ എന്താ എന്താണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും തെറ്റ് മൊത്തം ഇവമാരുടെ ഭാഗത്താണ് കേട്ടോ. വേറെ ഒന്നുമില്ല, മൊത്തം തെറ്റും ഇവമാരുടെ ഭാഗത്താണ്. കാര്യം ഞാൻ പറഞ്ഞുതരാം. ജനറൽ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് AC അല്ലാന്നുണ്ടെങ്കിൽ സ്ലീപ്പറിലോ കയറാൻ കഴിയും. ഓക്കെ, കയറിയിട്ട് നമുക്ക് നേരെ TTRനെ കണ്ടിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ടിക്കറ്റ് കൺവേർട്ട് ചെയ്ത് നമുക്ക് അവിടെ ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് സെറ്റപ്പ്. ഓക്കെ, അപ്പോ അതില്ലാത്ത പക്ഷം, അതായത് അവിടെ ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ടിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ട് ആ ജനറൽ ടിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടെ ലോക്കലിൽ ഇരുന്ന് വേണം യാത്ര ചെയ്യാൻ. അതിനിപ്പോ കൂടെ ഫാമിലി ആണെങ്കിൽ പോലും ടിക്കറ്റ് ഇല്ലാത്ത പക്ഷം അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇവന്മാര് 3 ആള് ഓക്കെ, നല്ല ബഹളവും വെച്ച് എല്ലാം വെച്ചിട്ടായിരിക്കും അതിനകത്ത് കയറിയതും നടന്നതും ഇറങ്ങിയതും എല്ലാം. ഓക്കെ, അപ്പോ TTR വന്നിട്ട് ടിക്കറ്റ് ചോദിച്ചിട്ടുണ്ടാവും. ഇവന്മാര് ജനറൽ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അവര് പറയുന്നത് ഏതോ പോലീസുകാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അതിലേക്ക് കയറിയെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അയാള് പോയല്ല, അയാൾ പേടിച്ചു പോയല്ല. സാറിനെ കൂട്ടാൻ പറ്റും. സാറ് ക്യാമറ കിട്ടിയത് സാറ് നമ്മളെ കേരള പോലീസ് മാത്രമേ ഇന്ന് മുതലുള്ളൂ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാവും. നമുക്ക് ഇഷ്ടംപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ എന്തിരുന്നാൽ പോലും ഫൈൻ അടക്കാന്ന് പറഞ്ഞു. നമ്മൾ ടിക്കറ്റ് ഇപ്പൊ എന്താ കൈമ ടിക്കറ്റ് ഇല്ല. ഈ 13 Pro മേടിച്ചിട്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പൊ എന്താ പറയാ, പോലീസുകാരെ കൈമത്തന്നാ ഈ 13 Pro അടിക്കാൻ വന്നു. ഇതിനകത്ത് ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നീ ഫൈൻ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? ഒന്നാമത്തെ കേസ് അതാണ്. നീ ടിക്കറ്റ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ മാറിപ്പോയി ജനറലിൽ കയറിയാ മതി എന്നുള്ളതേ ഉള്ളൂ കേസ്. അതിനകത്ത് വേറെ ഫൈൻ അടയ്ക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. മനസ്സിലായോ? അടിക്കാൻ പോയപ്പോ വീഡിയോ എടുക്കാൻ പോയി. എന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. പറയാ പ്രൂഫ് ഉണ്ടോ? തൊട്ടേന് പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് എനിക്ക് പ്രൂഫ് കിട്ടിയാ. എനിക്ക് നീ കാണിച്ചിട്ട് സാധനം കിട്ടിയാ. അന്റെ പ്രൂഫ് കൊണ്ടപ്പോയി സാറേ. മുഖം കിട്ടാൻ വേണ്ടിട്ട് ഫേമസ് ആകാൻ വേണ്ടിട്ട് വരല്ലേ? ഓക്കെ ഫേമസ് ആണ് അതിന്റെ അടുക്ക്. ഒന്നും പറ്റില്ല. വേഗം കൊടുത്ത് അവിടെ അല്ലല്ല മുഖം കാണിക്കല. അയ്യോ പോലീസുകാർ മുഖം കാണിക്കലടാ. എടാ, ഈ ചെറുക്കനുണ്ടല്ലോ, ഇവന് എത്ര വയസ്സുണ്ട്? ഒരു 17-18 വയസ്സല്ലേ ഉണ്ടാവുള്ളൂ. ഇവന് ബുദ്ധിയില്ല, വിദ്യാഭ്യാസവും ഇല്ല. മനസ്സിലായ? തലച്ചോറ് തീരെ ഇല്ലാത്തൊരു മണ്ട ചെറുക്കനാണ് കേട്ടാ. ഇവന്റെ നാക്കുണ്ടല്ലോ, ഇവന്റെ നാക്ക് മതി ബാക്കിയുള്ള ചെക്കന്മാർക്ക് അടി വാങ്ങിച്ചു കൊടുക്കാന്ന് എനിക്ക് തോന്നാൻ. കാര്യം അങ്ങനത്തെ ഒരു വർത്താനമാണ് ഇവൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഇവന്റെ വർത്താനത്തിന് മേലായിരിക്കണം എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ ഇത്രയും വഷളായത്. ഇവിടെ സാധാരണഗതിയിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവൂല. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ക്ലിയർ ചെയ്ത് വരാൻ പറ്റണ കേസേ ഉള്ളൂ. നമ്മളെടുത്ത് ടിക്കറ്റ്, ജനറൽ ടിക്കറ്റ് ഉള്ള പക്ഷം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ ക്ലിയർ ചെയ്ത് വരാൻ പറ്റുന്ന കേസേ ഉള്ളൂ. അപ്പോ ലൈവ് ഓൺ ആക്കി വെച്ചിട്ട് ഇത് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കും ഇവന്മാര്. അതാണ് ഇതിന്റെ കേസ്. മനസ്സിലായ? അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇവന്മാർ ഈ ഒച്ച വെച്ചിട്ട് ഈ റിസർവേഷൻ ചെയ്ത് എത്രയോ ആൾക്കാരതിനകത്ത് ഉണ്ടാവും. എത്രയോ യാത്രക്കാരതിനകത്ത് ഇത്രയും സേഫ് ആയിട്ടിരിക്കണം എന്ന് വിചാരിച്ചാലേ AC റിസർവേഷനും ഒക്കെ എടുത്ത് സ്ലീപ്പറും ഒക്കെ എടുത്തിട്ട് പോണത്. ഇവന്മാരിനകത്ത് കയറി ബഹളവും വെച്ചിട്ട് കൂവി നടന്നിട്ടുണ്ടാവും. മനസ്സിലായ? സ്വാഭാവികമായിട്ട് TTR വരൂലേ. TTR പിന്നെ ചിരക്കാനിരിക്കുമല്ലോ അതിനകത്ത്. ഇത് ചോദ്യം ചെയ്യാനല്ലേ TTR ഇരിക്കുന്നത്.
അപ്പൊ ഇമ്മാതിരി സംസാരമാണ് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കിട്ടിയിട്ട് ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പൊ അങ്ങനെ കിട്ടിയെങ്കിൽ തന്നെ മോനെ അത് അവനെ അല്ല തെറ്റ് പറയണ്ടേ. ഈ കൂടെ വന്നിട്ട് ഈ കുളച്ച സംസാരങ്ങൾ സംസാരിക്കുമ്പോ ആർക്കാണ് ട്രിഗർ ആവാത്തത്? ഇത് കേൾക്കുമ്പോ എനിക്കാണ് ട്രിഗർ ആവുന്നത്. എന്തായാലും ബാക്കി കൂടി കേക്കട്ടെ മയില്. വക്കീൽ വെച്ചപ്പോ വക്കീലോട് മുഖം കാണിച്ചു തന്നാ കുഴപ്പമില്ല സാറേ. വേണേ പൈസ വരെ വേണമെങ്കിൽ വന്നു കമൺ കമൺ എവിടെ ആധാർ കാർഡിന്റെ ഇത് കിട്ടിയ ആധാർ കാർഡ് ഇല്ല. എന്റെ ആധാർ കാർഡ് ഇല്ല. ഇവിടെ വേറെ സംഭവം അതായത് എന്റെ ആധാർ കാർഡ് അത് കൊണ്ടുപോയി. ഇവരുടെ പോലീസുകാരൊക്കെ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ടോ. പോലീസുകാരൊക്കെ വളരെ പൊളൈറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഈ ചെറുക്കന്റെ നാക്ക് ഒട്ടും ശരിയല്ല കേട്ടോ. ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇവന് വകതിരിവെന്ന് പറഞ്ഞ സംഭവം തീരെ ഇല്ല കേട്ടോ. ഇതിനകത്ത് കുറച്ചെങ്കിലും പൊളൈറ്റായിട്ട് എനിക്ക് സംസാരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും കാര്യവിവരത്തോടെ സംസാരിക്കുന്നത് ആ ജാസി എന്ന് പറഞ്ഞ പയ്യനാന്ന് തോന്നുന്നുണ്ട്. ഒരു വീഡിയോയിലുണ്ട്, അത് വീഡിയോ കണ്ടു നോക്കാം. അത് ഏത് നിയമത്തില് പറഞ്ഞ് ട്രെയിനിന്ന് വീഡിയോ എടുക്കുന്നത്? അത്ര ആള് വ്ളോഗ് എടുക്കുന്നുണ്ട്. എന്താ ഇത് ഗൈസ് ഒന്നും പറയാൻ പറ്റില്ല. ഇത് മൊത്തം റെക്കോർഡ് ചെയ്ത് വെച്ചോ. കാരണം റെക്കോർഡ് ചെയ്ത് വെച്ചോ. കാരണം വെച്ചാൽ പറയാൻ പറ്റില്ല എന്താ സംഭവം എന്നുള്ളത്. കാരണം ഇനിയിപ്പോ ഷൊർണൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്തോ ചെയ്യുമെന്ന് അവിടെ മെമ്മോ കൊടുത്ത് എന്തോ നടക്കണമെന്ന് അറിയില്ല. അയാൾക്കെന്താ മേമോ എന്താ പരാതി എഴുതി കൊടുക്കണം. സത്യം പറയാണ് അയാള് പോയല്ലോ. അയാൾ പേടിച്ചു പോയല്ല. സാറെ കൂട്ടാൻ പറ്റും. സാറ് ക്യാമറ കിട്ടിയത് സാറ് നമ്മള് പേടിച്ച് പോയത് കേരള പോലീസ് എല്ലാവരും റെസ്പെക്ട് മാത്രമേ എന്തെങ്കിലും ഉള്ളൂ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ആദ്യമായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഫൈൻ അടക്കാന്ന് പറഞ്ഞു. അടക്കാന്ന് പറഞ്ഞു. നമ്മൾ ടിക്കറ്റ് ഇപ്പൊ എന്താ കൈമ ടിക്കറ്റ് ഇല്ല. ഈ 30 പ്രോ മേടിച്ചിട്ട് എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പൊ എന്താ പറയാ പോലീസുകാരെ കൈമ തന്നാ ഈ 30 പ്രോ ആദ്യം മേടിച്ചു അടിക്കാൻ വന്നു. മറ്റേ അടിക്കാൻ വന്നപ്പോ വീഡിയോ എടുക്കാൻ പോയി. മറ്റേ വീഡിയോ എടുക്കാൻ പറ്റില്ല. മൈനറാന്ന് പറഞ്ഞു. പ്രൂഫ് ഉണ്ടോ? തൊട്ടേന് പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് എന്റെ പ്രൂഫ് കിട്ടിയാ എനിക്ക് നീ കാണിച്ചിട്ട് സാധനം കിട്ടിയാ എന്റെ പ്രൂഫ് കൊണ്ടുപോയി. പ്രൂഫ് കൊണ്ടുപോയി സാറേ. മുഖം കിട്ടാൻ വേണ്ടിട്ട് ഫേമസ് ആകാൻ വേണ്ടിട്ട് വരില്ല. ഓക്കെ ഇനിയിപ്പോ എന്തായാലും സംഭവം ഇനിയിപ്പോ എന്ത് പറയുണ്ടെന്ന് പറഞ്ഞാലും ഇവന്മാരുടെ ഭാഗത്ത് പൂർണ്ണമായിട്ട് തെറ്റ് ഇവന്മാരുടെ ഭാഗത്ത് തന്നെയാണ്. ടിക്കറ്റ് എടുക്കാണ്ട് ഇനിയിപ്പോ ഇവനല്ല ഇവന്മാർ ഇതിനിടയിൽ കൂടി പറഞ്ഞു നമ്മൾ തൊപ്പിയുടെ പിള്ളേരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടാ. ഡൗൺലോഡ് ചെയ്യാതെ ലെങ്തി വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്യാനാ. അപ്പോ തൊപ്പിയുടെ പിള്ളേരാന്നൊക്കെ പറഞ്ഞു. തൊപ്പി ആരടാ? ടിക്കറ്റ് എടുത്തിട്ട് നിനക്കൊക്കെ സമാനത്തോടെ യാത്ര ചെയ്താൽ പോരെ? ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് സ്ലീപ്പറും AC എടുത്തിട്ട് വരുന്നവന്മാരുടെ കാലിന്റെ ഇടയിൽ പോയി കയറി ഇരുന്നിട്ട് അതിൽ കുണം ഉണക്കേണ്ട ആവശ്യമുണ്ടാ? ലൈവ് ഓണാക്കി വെച്ചിട്ട് 10,000 പേര് കാണാനുണ്ടെന്നുകൊണ്ട് എന്ത് അപരാധിത്തരം കാണിക്കാന്നൊക്കെ ഉണ്ടാ മോനെ? ഒരു പറയില്ല. മനസ്സിലായോ? നിയമം എല്ലാ മരുന്നുകൾക്കും ഒരേപോലെ ഉള്ളൂ. അത് നീ ആദ്യം മനസ്സിലായിക്കോ. പിന്നെ മോനെ നിന്റെ നാക്ക് പ്രശ്നമാണ് മോനെ. ഭയങ്കര പ്രശ്നമാണ് നിന്റെ. മനസ്സിലായോ? പിന്നെ ഒരു ഉദ്യോഗസ്ഥരോട് സംസാരിക്കേണ്ട ഇങ്ങനെയല്ല. അവന്മാര് ഡ്യൂട്ടിയിൽ ഇരിക്കണ ഒരു ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ആ പോലീസുകാരൊക്കെ അത്രയും മാന്യമാരായിട്ടാണ് ഈ ചെക്കന്റെ ഇവന്മാരുടെ സംസാരം കേട്ടിട്ട് അവന്മാർ മറ്റവന്മാർ രണ്ടും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടോ? ഇവരിങ്ങനെ കൊണേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ അവന്റെ ലൈവ് കണ്ടവർക്ക് അറിയാമായിരിക്കും. നീ കാണാത്തുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ഇവന്മാർ ലൈവായിട്ട് കിടപ്പുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാണല്ലോ കൈ ഇല്ലാത്തവൻ കൈ വെച്ചടിക്കും ഇവന്മാര്. അതാണ് ഇതിന്റെ കേസ്. മനസ്സിലായോ? അപ്പോ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. പൂർണ്ണമായിട്ട് തെറ്റ് ഇവന്മാരുടെ ഭാഗത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഷൊർണൂരത്ത് ഇവന്മാരെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവന്മാർ പോലീസ് സ്റ്റേഷനകത്ത് കയറിയിട്ടോ ലൈവ് എടുക്കാനൊക്കെയുള്ള പരിപാടി നോക്കി. എന്താണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ TTRും ഇവന്മാർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോ എന്തായാലും നല്ല ഊമ്പിയ പണി തന്നെ കിട്ടട്ടെ ഇവന്മാർക്ക്. കാര്യം കിട്ടാനുള്ള എല്ലാവിധ തോന്നിവാസങ്ങളും ഇവന്മാർ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇവന്മാരെയൊക്കെ ഇപ്പോഴും ഇവന്മാർക്കൊക്കെ എന്താ പറഞ്ഞ ലൈവ് ഓണാക്കി കഴിച്ചിട്ട് എന്ത് പറയാമല്ലോ? എന്ത് പറയാന്നാ? നിയമം എല്ലാവർക്കും ഒരേപോലെ ഇല്ലടാ. മനസ്സിലായോ? ആദ്യം ഇവന്മാർ മനസ്സിലാക്കുക. നിയമം എല്ലാവർക്കും ഒരേപോലെ ഉള്ളൂ. മനസ്സിലായോ? അത് ചിരക്കാനൊന്നും അല്ല ഇവന്മാർ ആരോട് ഇരിക്കണേ. അത് മനസ്സിലായിക്കോ. പിന്നെ ഈ പ്രശ്നത്തിലൊക്കെ ഒന്നും ഇത് പോകില്ലായിരുന്നു. ട്രെയിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരായിരിക്കുമല്ലോ. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കണേ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും. നിങ്ങൾ എല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ലീപ്പറിലോ AC-ലോ കയറിയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. TTRനോട് തന്നെ ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ഒന്നുകിൽ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ എക്സ്ട്രാ ക്യാഷ് വാങ്ങിച്ചിട്ട് അവർ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. എന്നിട്ട് അവിടെ പോയി ഇരുന്നോളാൻ പറയും. ഒരു സീറ്റ് കാണിച്ചു തരും. അതില്ലാത്ത പക്ഷം അവരെന്ത് ചെയ്യും? സ്ഥലമില്ല അല്ലെങ്കിൽ സീറ്റ് ഇല്ല, ഒരു പണി ചെയ്തു ലോക്കലിൽ പോയി മാറി കയറിക്കൊള്ളാനുള്ള രീതിയിലേ വരുത്തുള്ളൂ. മാക്സിമം അതൊക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും ഇവന്മാരുടെ വായിൽ കിടന്ന നാക്കാണ് എന്തായാലും ഈ പ്രശ്നത്തിനെല്ലാം കാരണം. സോ എന്താണെങ്കിലും അത്രേ ഉള്ളൂ. എനിവേ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ താഴെ വന്നിട്ട് പറയും. അപ്പൊ അത്രേ ഉള്ളൂ. മൈരങ്ങളെ കൊണ്ട് തോറ്റ്. ഓക്കെ, ബൈ.